അക്ഷരാർത്ഥത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇത് ഒരു അനിവാര്യതയാണല്ലോ. ജനിച്ചാൽ എപ്പോഴെങ്കിലും മരണം ഉണ്ടാകുമല്ലോ. പക്ഷെ ആ മരണത്തോട് വെല്ലുവിളി നടത്തിയ ഒരു ഉജ്ജ്വല വിപ്ലവകാരിയാണ് സഖാവ് VS. അദ്ദേഹത്തിന്റെ സമര ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം. കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറ എങ്ങനെ വികസിപ്പിക്കാമെന്ന് തെളിയിച്ചു കൊടുത്ത അത്യുജ്വലനായ ഒരു സംഘാടകൻ. കേവലം നാലാം തരം വരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ രാഷ്ട്രീയ പാർട്ടിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തി ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളതും അദ്ദേഹം തെളിയിച്ചു. 20 വർഷം അദ്ദേഹത്തോടൊപ്പം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ താങ്ങും തണലും ഉപയോഗപ്പെടുത്തി എൻ്റെ പൊതുപ്രവർത്തനത്തിൽ വലിയ സഹായം സഖാവ് VSന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 4 പ്രാവശ്യമാണ് അദ്ദേഹം മത്സരിച്ചത്. അതും ഒരേ മണ്ഡലത്തിൽ നിന്ന് 4 പ്രാവശ്യം അദ്ദേഹം ജയിച്ചു. മൊത്തം കേരളത്തിൽ 10 പ്രാവശ്യം അദ്ദേഹം ജയിച്ചതിൽ 4 പ്രാവശ്യം പാലക്കാട് ജില്ലയിൽ നിന്നും 3 പ്രാവശ്യം ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ്. പാലക്കാട് ജില്ലയിലെ അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അദ്ദേഹത്തെ പാലക്കാട് ജില്ല സ്വന്തം ജില്ലക്കാരനായി സ്വീകരിച്ചു. ഇന്ന് കാണുന്ന VSനെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് പാലക്കാട് ജില്ലക്കുണ്ട്. ആ പാലക്കാട് ജില്ലയിലെ പാവപ്പെട്ടവർക്ക്, ഇടത്തരക്കാർക്ക്, കൃഷിക്കാർക്ക് ഒന്നും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. ഒരു ഇതിഹാസ തുല്യമായ ജീവിതം ഇന്ന് അവസാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിന് ശേഷം CPIM രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അവസാനത്തെ കണ്ണിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.